ബിഗ് ബോസിൻ്റെ ലൈവ് അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റോക്കിയും അതുപോലെ തന്നെ ജാസ്മിനും തമ്മിൽ നല്ല രീതിയിൽ സംസാരം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് റോക്കി സംസാരം തുടങ്ങാനുള്ള കാരണം എന്ന് വെച്ചാൽ നീ വന്ന സമയത്ത് നല്ലതുപോലെ ആക്റ്റീവായിരുന്നു, എല്ലാ കാര്യങ്ങളിലും ഇടപെടുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു ശ്രദ്ധയുമില്ല, നീ എവിടെയെങ്കിലും മൂലയ്ക്ക് പോയി ഒതുങ്ങി പതുങ്ങിയിരിക്കുകയാണ്. എന്നാൽ ലാലേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അവൻ അതായത് ആ ഗബ്രിയുടെ ആക്റ്റീവ് പ്ലെയർ ആയിരുന്നു, ഇപ്പോൾ നിൻ്റെ കൂടെ കൂടിയതിന് ശേഷം വളരെയധികം സ്ലോ ആയിട്ടുണ്ട്, അവൻ ഒന്നും ചെയ്യുന്നില്ല. ലാലേട്ടൻ്റെ വായിൽ നിന്ന് തന്നെ അവനൊരു ഒന്നും ഒന്നും അറിയാത്ത ഒരു ഇള്ളക്കുഞ്ഞ് എന്നുള്ള രീതിയിലാണ് അവൻ കളിക്കുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലായി. ലാലേട്ടൻ്റെ വായിൽ നിന്ന് വീഴുകയും ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ ഇത് ഒരു കാരണവശാലും ജാസ്മിൻ സമ്മതിക്കുന്നില്ല. ജാസ്മിൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിൻ്റെ തോന്നലായിരിക്കും, അവൻ ആക്റ്റീവാണ്, അതുപോലെ ഞാനും ആക്റ്റീവാണ്, ഞാൻ എൻ്റെ ജോലി ചെയ്യുന്നുണ്ട്, അവനും അവൻ്റെതായ ജോലികൾ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയാണ്. അപ്പോൾ അതിനിടയ്ക്കാണ് ജിമ്മിലെ കാര്യങ്ങൾ എടുത്തിരുന്നു, ജിമ്മിലെ ട്രെയിനിങ്ങിൻ്റെ കാര്യങ്ങൾ, ജിമ്മിൽ ഡ്രസ് കോഡ് വേണം. അതുപോലെ തന്നെ ഇന്നലെ ട്രെയിനിങ് PT സമയത്ത് ആരും ഡ്രസ് കോഡ് പാലിച്ചില്ല. ഈ ലോകത്തുള്ള എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ് അത്യാവശ്യമായിട്ടും ഡ്രസ് കോഡ് പാലിക്കുക എന്നുള്ളത്. എന്നാൽ PT ട്രെയിൻ ചെയ്യാൻ വന്ന ആൾ പോലും അത് ശ്രദ്ധിക്കാതെ ബാക്കിയുള്ളവരോട് പറയാൻ പോലും ശ്രമിക്കാതിരിക്കുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരം നടന്നുകൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ റോക്കി പറയാൻ ഉദ്ദേശിച്ചത് ഗബ്രിയുടെ കൂടെ ഇങ്ങനെ വായി നോക്കിയിരിക്കുക, സ്വന്തം കാര്യം നോക്കി കളിക്കുക എന്നുള്ള ഒറ്റ കാര്യമാണ്. അതായത് റോക്കി പറയാൻ ഉദ്ദേശിച്ചത്, നീ ഇങ്ങനെ വായി നോക്കി വല്ലവൻ്റെ വാലെ തൂങ്ങി നടക്കാതെ നീ നിൻ്റേതായ ഗെയിം കളിച്ച് മുന്നോട്ട് വരാൻ നോക്ക്. അവൻ്റെ കാര്യം നോക്കിയിരുന്നു കഴിഞ്ഞാൽ നിനക്ക് ഒരു കാരണവശാലും മുന്നോട്ട് വരാൻ പറ്റില്ല എന്നുള്ള ഒറ്റ കാര്യമാണ് ഇതുപോലെ ജാസ്മിനോട് റോക്കി പറഞ്ഞിരിക്കുന്നത്. എന്തായാലും അടിക്കൊരു ശമനം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ലൈവിൽ തകർത്ത് പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് നോറ ചെയ്തത് തെറ്റാണ്, നോറ ഒരു കാരണവശാലും അങ്ങനെ ചെയ്യാൻ പാടില്ല, ഒരു ഫിസിക്കൽ എഡ്യൂക്കേഷൻ ട്രെയിനർ ചെയ്യേണ്ട കാര്യമല്ല ചെയ്തതെന്നൊക്കെ പറഞ്ഞ് തീർത്തും വഴക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും നോറയെ സപ്പോർട്ട് ചെയ്യുകയാണ്. റോക്കി ബായ് ഒറ്റയ്ക്ക് നിൽക്കുകയാണ്, ഒറ്റയ്ക്ക് നിന്ന് പൊരുതിക്കൊണ്ടിരിക്കുകയാണ് റോക്കി ബായ് പറയുന്നുണ്ട് എനിക്ക് ആരുടെയും സപ്പോർട്ട് വേണ്ട എന്ന്. അതിനിടയ്ക്ക് ഓരോരുത്തരും പറയുന്നുണ്ട് പോത്തിനോട് വേദം മൂന്നിയിട്ട് കാര്യമില്ല. അപ്പോൾ ജാസ്മിൻ പറയുന്നത് വെച്ചാൽ അരി ഏതാ ചോറ് ഏതാ എന്നറിയാത്ത രീതിയിലുള്ള സാഹചര്യമാണ് പുള്ളിക്കാരൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കൊച്ചു കുഞ്ഞുങ്ങൾ കളിക്കുന്ന ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലാതെ ഒന്നും അറിയാതെ എന്തൊക്കെയോ അവിടെ കിടന്ന് വിളിച്ചു പറയുകയാണ് എന്ന് പറഞ്ഞ് ജാസ്മിൻ ഇതുപോലെ റോക്കിയെ കിട്ടുന്ന അവസരത്തിലെല്ലാം താഴ്ത്തി കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലൈവ് അപ്ഡേറ്റ് ഇനി ഉണ്ടായിരിക്കുന്നതാണ്, സപ്പോർട്ട് ചെയ്യുക.